ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ കാൽക്കുലേറ്റിംഗ്. ഇന്ന് നമ്മൾ SCERT 6ാം ക്ലാസ് ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ ഒന്നിച്ചു നിലനിൽക്കാം എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗം ആരംഭിക്കുന്നത് അക്വേറിയത്തിൽ കഴിയുന്ന ഒരു മീനിന്റെ സങ്കടം പറഞ്ഞുകൊണ്ടാണ്. ഒരു കുളത്തിൽ കഴിയുന്ന മീനിന്റെ ജീവിതം പോലെയല്ല ഒരു അക്വേറിയത്തിൽ കഴിയുന്ന മീനിന്റേത്. അക്വേറിയത്തിലുള്ള ഒരു മത്സ്യം കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഒരു പരിസ്ഥിതിയിലാണ് കഴിയുന്നത്. എന്നാൽ കുളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെ അവിടെ ജീവിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലസസ്യങ്ങളുണ്ട്, വെള്ളമുണ്ട്, വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ, മണ്ണ്, സൂര്യപ്രകാശം, അങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒരുപാട് ഘടകങ്ങൾ മത്സ്യങ്ങളെ കുളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിൽ കുറേയേറെ മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ഒക്കെയുണ്ട്. ഈ ചിത്രത്തിൽ മാനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാനിന് ജീവിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലം വേണം, സസ്യങ്ങൾ വേണം, ഓക്സിജൻ വേണം, മണ്ണ്, ജലം, സൂര്യപ്രകാശം, അങ്ങനെ കുറെ ഘടകങ്ങൾ വേണം. കൊക്കിന്റെ നിലനിൽപ്പിനോ? മരങ്ങൾ, ചെറുപ്രാണികൾ, മത്സ്യങ്ങൾ, വെള്ളം, വായു, മണ്ണ്, മരങ്ങൾ, സൂര്യപ്രകാശം തുടങ്ങി കുറെ ഘടകങ്ങൾ വേണം. അതായത് എല്ലാ ജീവികൾക്കും അവയുടെ നിലനിൽപ്പിന് ജീവീയവും അജീവീയവുമായ കുറെ ഘടകങ്ങൾ ആവശ്യമാണ്. എല്ലാ ജീവികൾക്കും അവയുടെ നിലനിൽപ്പിന് ജീവനുള്ളതും ഇല്ലാത്തതുമായ കുറെ ഘടകങ്ങൾ ആവശ്യമാണ്. ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെ, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ അതിന്റെ ചുറ്റുപാടിനെയാണ് ആവാസം അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുന്ന അതിന്റെ പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനത്തിനെയാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനത്തിനെയാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. കാവ്, നെൽവയലുകൾ, കുന്നുകൾ, കുളം, തണ്ണീർത്തടങ്ങൾ, കടൽ ഇവയെല്ലാം ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണ്. കാവ്, നെൽവയലുകൾ, കുന്നുകൾ, കുളം, തണ്ണീർത്തടങ്ങൾ, കടൽ ഇവയെല്ലാം ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ ഭക്ഷ്യശൃംഖലയെ കുറിച്ചാണ് നോക്കുന്നത്. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികളും ഭക്ഷണത്തിനായി മറ്റ് ജീവനുള്ള വസ്തുക്കളെയാണ് ആശ്രയിക്കുന്നത്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുൽച്ചാടി പുല്ല് ആഹാരമാക്കുന്നു, പുൽച്ചാടിയെ തവള ഭക്ഷണമാക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷണമാക്കുന്നു. ഇവിടെയും കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഭക്ഷ്യശൃംഖലകൾ ഉണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ ആഹാര ബന്ധങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഒന്നാമത് നോക്കിക്കഴിഞ്ഞാൽ പുല്ലിനെ മാൻ ഭക്ഷണമാക്കുന്നു, മാനിനെ സിംഹം ഭക്ഷണമാക്കുന്നു. അതുപോലെ തന്നെ പുല്ല് മുയല് ഭക്ഷണമാക്കുന്നു, മുയലിനെ പാമ്പ് ഭക്ഷണമാക്കുന്നു, പാമ്പിനെ മയില് ഭക്ഷണമാക്കുന്നു. വേറെ നോക്കുകയാണെങ്കിൽ പുല്ല് പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവളയെ ആഹാരമാക്കുന്നു, തവളയെ പാമ്പ് ആഹാരമാക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആഹാര ബന്ധങ്ങൾ നമുക്ക് ഇവിടെ നിന്നും ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഒരുപാട് ആഹാര ബന്ധങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഈ ആഹാര ബന്ധങ്ങളെയാണ് ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്നറിയപ്പെടുന്നത്. ഈ ആഹാര ബന്ധങ്ങളെയാണ് ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് അറിയപ്പെടുന്നത്. നമ്മളിവിടെ കുറെ ഭക്ഷ്യശൃംഖലകൾ പറഞ്ഞു. ഇവയിലെല്ലാം ആദ്യത്തെ കണ്ണി ഏതായിരുന്നു? സസ്യങ്ങളായിരുന്നു. അതായത് ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും എന്തായിരിക്കും? ഹരിത സസ്യങ്ങളായിരിക്കും. ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. അവസാനത്തെ കണ്ണിയായി വരുന്നത് പൊതുവെ മാംസഭോജികളായിരിക്കും. ഇടയ്ക്ക് സസ്യഭോജികളോ മിശ്രഭോജികളോ ഒക്കെ ആവാം. ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിത സസ്യങ്ങളായിരിക്കും. അവസാനത്തെ കണ്ണിയായി വരുന്നത് പൊതുവെ മാംസഭോജികളായിരിക്കും. ഇടയ്ക്ക് സസ്യഭോജികളോ മിശ്രഭോജികളോ ഒക്കെ ആയിരിക്കാം. സസ്യഭോജികൾ എന്നാൽ എന്താണ്? സസ്യങ്ങളെ മാത്രം ആഹാരമാക്കുന്നവരാണ് സസ്യഭോജികൾ എന്ന് പറയുന്നത്. സസ്യങ്ങളെ മാത്രം ആഹാരമാക്കുന്നവയാണ് സസ്യഭോജികൾ. മറ്റു ജന്തുക്കളെ ആഹാരമാക്കുന്നവയാണ് മാംസഭോജികൾ. സസ്യങ്ങളെയും ജന്തുക്കളെയും ആഹാരമാക്കുന്നവയാണ് മിശ്രഭോജികൾ എന്ന് പറയുന്നത്. സസ്യങ്ങളെയും ജന്തുക്കളെയും ആഹാരമാക്കുന്നവയാണ് മിശ്രഭോജികൾ എന്ന് പറയുന്നത്.
ഇവിടെ തന്നിരിക്കുന്ന ചിത്രീകരണം നോക്കിക്കേ. പുല്ലിനെ മുയൽ, ആട്, പുഴു, പുൽച്ചാടി, മാൻ എന്നിവ ഭക്ഷണമാക്കുന്നുണ്ട്. ഈ പുല്ലിനെ ഭക്ഷണമാക്കുന്ന മുയലിനെയും ആടിനെയും സിംഹം, പുലി, മനുഷ്യനും ഭക്ഷണമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുൽച്ചാടിയെ കോഴിയും തവളയും ഓന്തും ഭക്ഷണമാക്കുന്നുണ്ട്. ഈ പുല്ലിനെയും പുഴുവിനെയും ഒക്കെ ഭക്ഷണമാക്കുന്ന തവളയെ പാമ്പ്, പരുന്ത് എന്നിവ ഭക്ഷണമാക്കുന്നു. ഇങ്ങനെ വിവിധ ഭക്ഷ്യശൃംഖലകൾ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലെ. ഇങ്ങനെ വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെയാണ് ഭക്ഷ്യശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെയാണ് ഭക്ഷ്യശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ഇങ്ങനെ ഒരുപാട് ഫുഡ് വെബുകൾ ഉണ്ട്. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെയാണ് ഭക്ഷ്യശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹരിതസസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണികൾ എന്ന്. ഈ ഹരിതസസ്യങ്ങൾ മാത്രമാണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത്. എന്താണ്? ഹരിതസസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണികൾ. ഈ ഹരിതസസ്യങ്ങൾ മാത്രമാണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നു. ഹരിതസസ്യങ്ങളാണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന ഭക്ഷ്യശൃംഖലയിലെ ഏക വിഭാഗം. അതുകൊണ്ട് ഇവയെ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നു. ഹരിതസസ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ ജീവികളും മറ്റ് ജീവജാലങ്ങളെയാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. ഹരിതസസ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ ജീവികളും മറ്റ് സസ്യങ്ങളെയോ ജന്തുക്കളെയോ ഒക്കെയാണ് ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവികളെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു. ഭക്ഷണത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നവരെയാണ് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹരിതസസ്യങ്ങൾ മാത്രമാണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് അവയെ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നു. ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഹരിതസസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാനും വളരാനും ഒക്കെ പോഷക ഘടകങ്ങൾ ആവശ്യമാണ്. ഈ പോഷക ഘടകങ്ങൾ അവ മണ്ണിൽ നിന്നുമാണ് വലിച്ചെടുക്കാറുള്ളത്. നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് മരങ്ങളുണ്ട്. നമ്മൾ അവയ്ക്ക് എല്ലാ മരത്തിനൊന്നും നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കാറില്ല അല്ലെ. പക്ഷെ ഈ മരങ്ങളൊക്കെ തന്നെ നല്ല പോലെ വളരുന്നുമുണ്ട്. അതെങ്ങനെയാണ്? വെള്ളം മഴയിലൂടെ ലഭിക്കും. എന്നാൽ പോഷക ഘടകങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കാറുള്ളത്? അവയുടെ ചുവട്ടിൽ വീണ് കിടക്കുന്ന അവയുടെ ഇലകളും പൂക്കളും ഒക്കെ കിടന്ന് അഴുകി അല്ലെങ്കിൽ ഉണങ്ങി മണ്ണിലേക്ക് ചേരുമ്പോഴാണ് അത് അവ വളമായി ഉപയോഗിക്കുന്നത് അല്ലെ. ഇങ്ങനെ മണ്ണിൽ വന്നു ചേരുന്ന സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ മണ്ണിനോട് ഇഴുകിച്ചേരാൻ സഹായിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവയെയാണ് വിഘാടകർ എന്ന് പറയുന്നത്. മനസ്സിലായോ? മണ്ണിൽ വന്നു ചേരുന്ന സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ മണ്ണിനോട് ഇഴുകിച്ചേരാൻ സഹായിക്കുന്നവയാണ് വിഘാടകർ എന്ന് പറയുന്നത്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളെയാണ് വിഘാടകർ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളെയാണ് വിഘാടകർ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ വിഘാടകർ പ്രവർത്തിക്കുന്നത് വഴി ജൈവ അവശിഷ്ടങ്ങൾ വിഘടിച്ച് പോഷക ഘടകങ്ങൾ ഉണ്ടാകുന്നു. ഈ പോഷക ഘടകങ്ങളാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവ അവശിഷ്ടങ്ങൾ വിഘടിച്ച് പോഷക ഘടകങ്ങൾ ഉണ്ടാകുന്നു. ഈ പോഷക ഘടകങ്ങളാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. ഈ ഒരു ചിത്രീകരണം ഒന്ന് നോക്കിക്കേ. ഉൽപാദകരുണ്ടാക്കിയ ആഹാരം അല്ലെങ്കിൽ ഉൽപാദകരെ തന്നെ ഉപഭോക്താക്കൾ ആഹാരമാക്കുന്നു. ഈ ഉപഭോക്താക്കളുടെ മൃതാവശിഷ്ടവും ഉൽപാദകരുടെ മൃതാവശിഷ്ടവും വിഘാടകര് വിഘടിപ്പിച്ച് പോഷക ഘടകങ്ങളാക്കി മാറ്റുന്നു. ഈ പോഷക ഘടകങ്ങൾ മണ്ണോട് ചേരുന്നു. ഇത് ഉൽപാദകർ ആഗിരണം ചെയ്യുന്നു. വീണ്ടും ഉൽപാദകരെ അല്ലെങ്കിൽ ഉൽപാദകരുണ്ടാക്കിയ ആഹാരമോ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നു. ഇവരുടെ മൃതാവശിഷ്ടങ്ങൾ, ഉൽപാദകരുടെയും ഉപഭോക്താക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ വിഘാടകർ വിഘടിപ്പിക്കുന്നു. ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതെയായാൽ മറ്റുള്ളവരുടെയും നിലനിൽപ്പിനെ അത് ബാധിക്കും. ഉൽപാദകരും ഉപഭോക്താക്കളും വിഘാടകരും അജീവീയ ഘടകങ്ങളും എല്ലാം ആവാസ വ്യവസ്ഥയിലെ അഭിവാജ്യ ഘടകങ്ങൾ തന്നെയാണ്. ഉൽപാദകരും ഉപഭോക്താക്കളും വിഘാടകരും അജീവീയ ഘടകങ്ങളും എല്ലാം ആവാസ വ്യവസ്ഥയുടെ അഭിവാജ്യ ഘടകങ്ങൾ തന്നെയാണ്. ഇവയിൽ ഏതെങ്കിലും ഒരു ഘടകത്തിന് ഉണ്ടാകുന്ന മാറ്റം ആ ആവാസ വ്യവസ്ഥയെ മൊത്തമായി തന്നെ തകിടം മറിക്കും.
മനുഷ്യൻ പ്രകൃതിയിൽ ചെയ്യുന്ന കുന്നിടിക്കൽ, വയൽ നികത്തൽ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ജീവികളുടെ വാസസ്ഥലം നശിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ജീവികൾക്ക് ഭക്ഷണം ലഭിക്കാതെ വരും. ഉൽപാദകരും ഉപഭോക്താക്കളും വിഘാടകരും ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവ ഓരോന്നും നിലനിൽക്കേണ്ടത് പൂർണ്ണമായും ഈ പ്രകൃതിയെ ആശ്രയിച്ചു കഴിയുന്ന എല്ലാ ജീവജാലങ്ങൾക്കും, പ്രത്യേകിച്ച് മനുഷ്യനും വളരെയേറെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ആവാസ വ്യവസ്ഥയെ ദോഷമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു ഉപകാരപ്രദമായ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.